നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. തുലാൻ രാശി ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. 2026 സെപ്റ്റംബർ മാസത്തിൽ തുലാൻ രാശിയുടെ രാശ്യാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ സെപ്റ്റംബർ 2 മുതൽ സ്വക്ഷേത്രമായ തുലാമിൽ സ്ഥിതി ചെയ്യും. 6ാം ഭാവാധിപനായ വ്യാഴം കർമ്മഭാവത്തിൽ ഉച്ചസ്ഥനായി തുടരും. ഈ ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കി അമിതമായി ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ മധ്യത്തിൽ ശരീരത്തിൽ ചെറിയ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാം. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. 5ാം ഭാവാധിപനായ ശനി 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 5ൽ രാഹുവിൻ്റെ സ്ഥിതിയുമുണ്ട്. ഇത് ശത്രുക്കളെ ഉണ്ടാക്കാം. ഈ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ ഫലപ്രദമായിരിക്കും. അവസാന പകുതിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഹയർ എഡ്യൂക്കേഷൻ, വിദേശ പഠനം, ലോ, മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. 10ാം ഭാവത്തിൽ ഉച്ചനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. അധ്യാപകർ, അഭിഭാഷകർ, സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർ എന്നിവർക്ക് അനുകൂലത വർദ്ധിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും സമയം അനുകൂലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. 7ാം ഭാവാധിപനായ ചൊവ്വ 9, 10 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഇത് ബിസിനസ്സുകാർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു. ശക്തമായ ബിസിനസ് കോൺടാക്റ്റിലൂടെ നേട്ടങ്ങൾ ലഭിക്കും. സർക്കാർ സ്ഥാപനങ്ങൾ, വലിയ കമ്പനികൾ എന്നിവരുമായി കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ കഴിയും. പ്രണയബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദാമ്പത്യത്തിൽ പങ്കാളി കഴിവുള്ളവനും ഉറച്ച തീരുമാനം എടുക്കാൻ കഴിവുള്ളവനുമായിരിക്കും. വിവാഹാലോചന നടത്തുന്നവർക്ക് ധാരാളം ആലോചനകൾ വരികയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യും.